പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയത്, അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞേ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വീണ്ടും ഒന്നും കൂടെ കാണാൻ ദൈവം അവസരം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. വീണ്ടും നമ്മളെ ഒന്നും കൂടെ കാണാൻ ദൈവം അവസരം തന്നു. ഹല്ലേലൂയ. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, പെട്ടെന്നാണ് വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നന്ദി പറഞ്ഞേ. വീണ്ടും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനും വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് പ്രെയർ ചെയ്യാനും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മനുഷ്യൻ്റെ ജീവൻ പെട്ടെന്നാണ് പോകുന്നത്. ഹല്ലേലൂയ. എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഒരുപാട് പേര് ഈ ലോകത്ത് ജനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മരണവും സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പറഞ്ഞേ. ജനിക്കുന്നുമുണ്ട്, മരണവും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ബോധ്യം എന്നെ കേൾക്കുന്ന നിൻ്റെ ഉള്ളിലും വേണോ? ഉണ്ടോ? ആ ബോധ്യം ഉണ്ടോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് സംസാരിക്കുന്നത്, നിൻ്റെ കുറവിനെ ദൈവം നിരത്തും. പറഞ്ഞേ, എൻ്റെ കുറവിനെ ദൈവം സെറ്റാക്കി തരും, നിരത്തി തരും. ഹല്ലേലൂയ. എൻ്റെ കുറവ് നിരത്തി തരും. ഒന്ന് ഏറ്റു പറഞ്ഞേ, യേശു എൻ്റെ കുറവ് നിരത്തി തരും. ഫയർ ഹോളി സ്പിരിറ്റ്. എന്തോ ഒന്ന് കുറവുണ്ടെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ ഒന്ന് കുറവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുറവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. എന്നോട് കർത്താവ് എന്നോട് പറഞ്ഞുണ്ടല്ലോ, ഇന്നത്തെ ദിവസം അയലക്കത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എപ്പോഴും നിങ്ങളുടെ ഒരു ചിന്താഗതിയാണ്, വിശ്വാസത്തിലുള്ളവർ തന്നെ, ദൈവത്തെ അറിഞ്ഞ് ഹോളി സ്പിരിറ്റ് നിറഞ്ഞു നിൽക്കുന്നവർ എന്നെ കാണുന്നുണ്ട്, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്, അവരെന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ അയലക്കത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഇന്നുണ്ടല്ലോ, ഇന്നൊരു പകർച്ച ഇന്ന് ഒരു പകർച്ച സംഭവിക്കും. എന്നെ കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെ വീട്ടിലും, ഹല്ലേലൂയ, നിങ്ങളുടെ അയൽക്കത്തുള്ള വീടുകളിൽ ഒരു ആത്മീയ പകർച്ച സംഭവിക്കും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ ടച്ചിങ് ആയിരിക്കും ഈ ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ തൊടേണ്ട കാര്യമില്ല. നിങ്ങളൊരു ആമയും മതി. നിങ്ങളുടെ അയലക്കത്തുള്ളവരുടെ നിങ്ങളോടുള്ള അസൂയ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ വാച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് പേര് ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താണെന്നറിയോ നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ഹല്ലേലൂയ. അവർ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ.
ലിബ്രേനിയ റസിൻ ടെലറൈൻറ്റാനിയ. അവർ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് നിൻ്റെ ആത്മാവിൻ്റെ പവർ. നീ സ്വീകരിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പവറുണ്ടല്ലോ, അവർ ചിന്തിച്ചതിന് അപ്പുറമാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ചിന്താഗതിക്ക് അപ്പുറമുള്ളതാണ് എന്ത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് നിന്നെ എപ്പോഴും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അയൽക്കത്തുള്ളവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് എന്താണെന്നറിയില്ല, നിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ നീ ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നീ ആമേ പറയുമ്പോൾ ഉണ്ടല്ലോ, കർത്താവ് എന്നെ കാണിക്കുന്നത് അവരുടെ മേൽ ഹോളി സ്പിരിറ്റ് നിറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ വചനം നിങ്ങളൊന്ന് ആമേ പറഞ്ഞേ. ഇത് ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ അത് ആത്മീയ മണ്ഡലത്തിൽ റിലീസ് ചെയ്യും, എന്നെ കേൾക്കുന്ന നിൻ്റെ കുടുംബത്തിൽ റിലീസ് ചെയ്യും. ഹല്ലേലൂയ. നിൻ്റെ അയലക്കത്തുള്ളവരടുത്ത് റിലീസാവും ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നീ പകർച്ചയിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ബ്രൈൻ ടെലർ. നീ 2019 ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒറ്റ കൊറോണ അവിടെ നിന്ന് വന്ന് ഫുള്ള് പകർന്നില്ലേ? അപ്പോൾ അതിനേക്കാൾ ഡബിൾ 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 ഇരട്ടി പവറാണ് പരിശുദ്ധാത്മാവിന്. പിശാച് കൊറോണയ്ക്ക് ഇങ്ങനെ പകരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ പവർ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, ഇത് ഫുള്ള് ഇങ്ങനെ വ്യാപരിച്ചു പോകും. ഓ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. നീ കൊറോണയുടെ പകർച്ച മാത്രമേ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ. കർത്താവിനോട് പറയാണ്, പക്ഷെ നിനക്ക് തെറ്റിപ്പോയി. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ അയലക്കത്തുള്ളവർ മാനസാന്തരപ്പെടും, അവർ ഹോളി സ്പിരിറ്റിൽ നിറയും. ചിലപ്പോൾ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിൻ്റെ റൂമിൽ വെച്ചിട്ടായിരിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നീ കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ടായിരിക്കും എന്നെ കാണുന്നത്. ഹല്ലേലൂയ. നീ എവിടെ ഇരുന്ന് കണ്ടാലും ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പകർച്ച നിൻ്റെ ലൈഫിലുണ്ടാവും. നീ വിശ്വസിച്ച് ഒരാമയും പറഞ്ഞേ. അങ്ങനെ തന്നെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് പകർച്ച വേണം, എനിക്ക് ഹോളി സ്പിരിറ്റിൻ്റെ പകർച്ച വേണം. ഞാൻ എൻ്റെ അയലക്കത്തുള്ളവർക്ക് ആ പകർച്ച കൊടുക്കുന്നു പറഞ്ഞേ. ഞാൻ സ്വീകരിച്ച ആത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ എൻ്റെ അയലക്കത്തുള്ളവർക്ക്, എൻ്റെ ദേശത്ത് ഞാൻ ഒരു ഉണർവാകുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ ദേശത്ത് ഒരു ഉണർവാകുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. നീ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി, നിൻ്റെ അയലക്കത്തുള്ളവർക്ക് വേണ്ടി നീ പ്രെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിനക്ക് പിന്നെ എതിരുണ്ടാവത്തില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. നിൻ്റെ നാട്ടുകാരില്ലേ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം ഒരു ആത്മാവ് ഫുള്ളും ആ ദേശത്ത് വ്യാപരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. ഓ ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ പകർച്ച ഇപ്പോൾ തന്നെ അത് സംഭവിക്കണം. ഒന്ന് പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഒരു ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പവർ ഈ ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ ഇരിക്കുന്ന ദേശത്ത് ഫുള്ള് വ്യാപരിക്കട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങളിങ്ങനെ പറയുന്ന നിമിഷം, ഈ നിമിഷം തന്നെ ഓ ഫയർ ഹോളി സ്പിരിറ്റ് നിന്നെ റൂമിലാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും നിനക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ, ചിലപ്പോൾ നീ ഒളിച്ചായിരിക്കും താമസിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിനക്ക് പുറത്തു പോകാൻ പറ്റുമെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നിൻ്റെ നാട്ടുകാർ നിന്നെ എന്താ പറയുക, വേറെ കണ്ണിലായിരിക്കും കാണുന്നത്. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ മേൽ ഒരു ഉണർവിൻ്റെ തീ നിൻ്റെ മേൽ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫയർ ഹോളി സ്പിരിറ്റ്. പക്ഷെ നിന്നിൽ നിന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു പകർച്ച ആ ദേശത്ത് ഇപ്പോൾ തന്നെ വ്യാപരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്.
Yaram Chela Gatharagasam Chelaba, Rentele Garanturi Bigasam Chela Barakatalama, Yabrunia Sege Regaturi, Lekanturia Hasam Chelara, Rente Karantuli, Brankatala Manakazia, in the name of Jesus Christ. Touch Holy Spirit, heal Jesus' name. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആത്മീയ മണ്ഡലത്തിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ ആത്മാവ് എടുക്കപ്പെടുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. നിങ്ങൾ ആത്മീയ മണ്ഡലത്തിലേക്ക് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കയറുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഫിനാൻസ് തുറക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കുത്തു കൊള്ളുന്നുണ്ടെങ്കിൽ ഫിനാൻസ് തുറക്കാൻ ഭയങ്കര പാടാണ്. അത് ടെൻഷൻ, പിശാച് നിങ്ങൾക്ക് ഭയം കൊണ്ടിടുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അയ്യോ ഞാനിനി മുന്നോട്ട് എങ്ങനെ പോകും, ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൻ്റെ ദൂതൻ ഈ സ്പോട്ടിൽ നിങ്ങൾക്ക് റിലീസായി വരും. ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, യേശുവേ നന്ദി പറഞ്ഞ്. നീ സന്തോഷിച്ചാലുണ്ടല്ലോ, നിന്നെ തേടി ആ ദൂതൻ നിന്നെ തേടി വരും. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, നിന്നെ തേടി ഫിനാൻഷ്യൽ ദൂതൻ വരും, എന്നിട്ട് നിനക്ക് സന്തോഷം തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. Yaran Tela Buruniania Zen Tele Krain Telebe Loron Thura Huzele Bron Tini Migazia Rekaduriga Sam Tela Bramtania. Hallelujah. In the name of Jesus Christ. Hallelujah. ഈ പാട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഏറ്റുപാടിക്ക്. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഒരു സന്തോഷത്തോടെ നിങ്ങൾക്കൊന്ന് പാടാൻ പറ്റുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. റാം ധൂലിയ കസം ഠേല റാം ധുരിയ ലേഖാ ദുരിയ കസം ഠേല ബ്രംഠാനിയ. ഈ വരി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടാൻ പറ്റുമോ? എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആയുസ്സിൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ ഇങ്ങനെ ഒന്ന് പാടിയാൽ മതി എൻ്റെ കൂടെ. ഹല്ലേലൂയ. ഈ പാട്ട് നിങ്ങൾ ഡെയിലി പാടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങൾ ഒന്ന് കൂടെ പാടിക്കേ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മാറ നേടും ഞാൻ,
ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മാറെ നേടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. Ram Chela Ghadharam Srinya Gobra Katala Brantania Yaram Chela Ghadhara Bala Katala Brantala Manasi Renkhela Duriga Samtela Brontini Migasia. In the name of Jesus Christ, touch Holy Spirit, heal Jesus' name. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ആ പാട്ടിൽ ഒരു വരിയും കൂടെ ഞാൻ പാടാം. ഹല്ലേലൂയ. മനവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. ഒന്ന് കൂടെ പാടിക്കേ. മനവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മാറതെ റീടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഈ പാട്ട് ആ ഒരു വരിയും കൂടെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പാടാവോ? ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഈ പാട്ടിൻ്റെ ഓരോ വരികളും ഉണ്ടല്ലോ ഭയങ്കര പവർഫുള്ളാണ്. ഞാനത് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുവാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ടച്ച് ദ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഇത് നിങ്ങൾക്ക് ആത്മീയ മണ്ഡലത്തിൽ റിലീസായാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ദൈവിക ദൂതൻ നിനക്ക് റിലീസാക്കും. നിൻ്റെ ലൈഫിൽ അത് റിലീസായി വരും. നിൻ്റെ ആത്മാവിൽ സന്തോഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. റിജോയ്സ്, സന്തോഷം വരണം. ഹല്ലേലൂയ. നീ എപ്പോഴും ആത്മാവിലൊരു സന്തോഷമുള്ള ഒരു മകനും മകളുമായി മാറണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ പറഞ്ഞേ. ഞാൻ അന്ന് ഹാർട്ടിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ സന്തോഷവും സമാധാനവും ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നിന്റെ സമാധാനക്കേടുണ്ടാക്കുന്നത് ഭയമാണ്. അത് പിശാചിന് പല പേരുകളുണ്ട്. ഭയം എന്നുള്ളത്, അവൻ്റെ ഭയം എന്ന് പറയുന്ന സ്പിരിറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ കണ്ടാൽ തന്നെ ഭയപ്പെട്ടു പോകും. പക്ഷെ നീ ഭയക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുത്തുന്ന പൈശാചിക സ്പിരിറ്റ് ഉണ്ടല്ലോ, നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭയം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഭയങ്കര വലുതാണ് ഭയത്തിൻ്റെ സ്പിരിറ്റ്. ഭയം എന്ന് പറയുന്നത് ഒരു പൈശാചികത്തിൻ്റെ വലിയ സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് വചനം പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, നിന്നോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭയം നിന്റെ ലൈഫിൽ നിന്ന് ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു ദൂതം വന്ന് ഇങ്ങനെ വെട്ടിക്കളയുന്നതാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ കൂടെ ഈ പാട്ട് എൻ്റെ കൂടെ ഒന്ന് പാടിക്കേ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഒന്ന് കൂടെ പാടിക്കേ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ.
എൻ്റെ എന്ന് ഹാർട്ട് കൈവച്ചിട്ട് പാടിക്കേ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാനിത് പാടുന്നത് എന്താണെന്നറിയോ? ഈ പാട്ട് ഞാൻ എൻ്റെ ബുദ്ധിയിലെടുക്കുന്ന പാട്ടല്ല ഇത് ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ആ കൃപയിൽ വരാൻ വേണ്ടി. അതാണ് ഇത് നിങ്ങളുടെ വേർഡ് ഭയങ്കര പവറുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും തലയ്ക്കകത്ത് ചിന്തിച്ച് കൂട്ടുമോ, അല്ലെങ്കിൽ ഞാൻ രോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഒന്നിനെ പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൻ്റെ ഒന്നിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നിനെയും, ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫിലൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമയത്ത്, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ മേൽ ഭയങ്കര ഹോളി സ്പിരിറ്റ് അടിക്കുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ആരെയും ഭയമില്ല. ഹല്ലേലൂയ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഞാൻ ജനിച്ച് തന്നെ ഒരു 2 വർഷം കൂടിയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടായത്. അവർക്ക് കുട്ടികളില്ലാണ്ടിരുന്ന് ഉണ്ടായതാണ്. അത് ഒരുപാട് പാസ്റ്റേഴ്സ്മാർ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉണ്ടായത്. അവരെ ഇപ്പോൾ അന്ന് അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എപ്പോഴും എൻ്റെ അമ്മ പറയും, ഹല്ലേലൂയ, മക്കളില്ലാതിരുന്ന് ഉണ്ടായത് 2-3 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ച്, ദേവദാസന്മാർ പ്രാർത്ഥിച്ച്, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് കുട്ടികളുള്ള അവരെ ഓർത്ത് ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച്. അവർക്ക് കോളിംഗ് ഉണ്ട്. അവരുടെ പ്രതികൂലങ്ങൾ എന്നെ കാണുന്നവർ, അങ്ങനെയുള്ളവർ എന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ ദൈവത്തിന് സ്തുതി പറഞ്ഞ്, യേശുവേ നന്ദി പറഞ്ഞ്, അവർ ഓൾറെഡി എന്താ പറയുക, ഭയങ്കര കോളിംഗ് ഉള്ളവരാണ്. അവർക്കൊരിക്കലും ഭയമില്ല. ഞാൻ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ എന്താ പറയുക, ഒരു +2 കഴിഞ്ഞപ്പോഴും എന്താ പറയുക, ഒരുപാട് ലഹരിക്ക് അടിമയായിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയമില്ല. ഒന്നിനെ പറ്റി എനിക്ക് ഭയമില്ല. അത് ജയിലിൽ കിടക്കേണ്ട വന്നാലും, ജയിലിൽ കിടന്നാൽ പോലും എനിക്ക് ഭയമില്ല. പക്ഷെ ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്തും എന്താ പറയുക, ഞാനത് എനിക്ക് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. ആകെ എനിക്ക് ഒരു സമാധാനം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ജയിലിൽ ചെന്നപ്പോഴായിരുന്നു. ഞാൻ അവിടെ സന്തോഷത്തോടു കൂടി കിടന്നു. ഞാൻ ഇതേവരെ എൻ്റെ ലൈഫിൽ കരയുന്ന ഒരു അവസ്ഥ ആകെ കരഞ്ഞിരിക്കുന്നത് ഹോളി സ്പിരിറ്റിൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞാൻ കരയുന്നത്. ബാക്കി എല്ലാ പ്രശ്നവും ഞാൻ തരണം ചെയ്യും. എൻ്റെ ലൈഫ് ഇന്ന് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതേവരെ ഒരു വിഷയത്തിന് പോലും കരഞ്ഞിട്ടില്ല. അയ്യോ എനിക്ക് അതില്ല, ഇതില്ല, ഒന്നിനെ പറ്റി ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ആകെ കരയുന്നത് ആരാധന സമയത്ത് ഞാൻ കരയും. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു പ്രേയറിന് ഞാൻ പോവുകയാണെങ്കിൽ, ഒരു ആരാധന സമയത്ത് വേറെ ആരെ ഞാൻ ആരാധിക്കുമ്പോൾ നോക്കാറില്ല. ഞാൻ അവിടെ ഇരുന്നങ്ങ് കരയും. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ലോകത്ത് മുഴുവൻ ഈ ദൈവസ്നേഹം, എനിക്ക് ദൈവം തന്ന സ്നേഹമില്ലേ, അത് മുഴുവനൊന്ന് പകരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എനിക്ക് കരയുന്നത്, ഞാൻ എന്താ പറയുക, എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ഞാൻ കരയുന്നത്. ഹല്ലേലൂയ. കാരണം ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട സമയത്തും, ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. ആ ഹോളി സ്പിരിറ്റാണ് ഞാൻ ഹോളി സ്പിരിറ്റിനെ ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഹോളി സ്പിരിറ്റിൻ്റെ അനുഭവം വരുമ്പോഴാണ് ഞാൻ കരയുന്നതും, ഞാൻ ചിരിക്കുന്നതും, ഞാൻ സന്തോഷിക്കുന്നതും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഞാൻ ചിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ചിരിക്കുന്നവരെ, ഹോളി സ്പിരിറ്റ് ചിരിക്കുന്നവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിൽ കരയുന്നവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ചിരിക്കുന്നതും കരയുന്നതും ഒരു ഫീലിംഗ് ആണല്ലേ, ശരിയല്ലേ? ആ ഫീലിംഗ് എപ്പോഴും, അത് ഒരു മനുഷ്യൻ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ആവരുത് കരയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതികൂലം വരുമ്പോൾ അത് നിങ്ങൾ കരയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സാത്താനാണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഹോളി സ്പിരിറ്റിൽ നിങ്ങൾ കരയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം കൈയടിക്കും. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് കൈയടിച്ച് പാസ്സാക്കിക്കേ. കർത്താവ്, ഞാൻ ഇനി ചിരിക്കുന്നതും കരയുന്നതും ഹോളി സ്പിരിറ്റായിരിക്കും. ആമേൻ പറഞ്ഞേ. ഞങ്ങൾ ഈ പറയുന്നത്, ഈ രാവിലെ ഈ 2-3 മണിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെ റിലീസായി കറങ്ങി തിരിഞ്ഞ് ഫുള്ളിങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ഈ ഭൂമി ഉരുണ്ടതുപോലെ തന്നെ. ഓ ഹല്ലേലൂയ. ഈ വേർഡുകളുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറത്തില്ല, നിൻ്റെ ആത്മാവിൽ നിന്ന് ഇത് മാറത്തില്ല. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം അത് പിടിച്ച് നിൻ്റെ ആത്മാവായിട്ടൊരു കണക്ഷൻ തരും.
ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആത്മാവാണ്, ആത്മാവിൻ്റെ കണക്ഷനാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ആത്മാവിൽ നീ പിടിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ. ഈ ഭൂമി ഉരുണ്ടതാണ്. ഈ വേട് ഇതുപോലെ ഇങ്ങനെ പരന്നു കിടക്കും. നല്ല വേടേ നിന്റെ വായിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം, നീ ചിരിക്കുന്നതും നീ കരയുന്നതും എന്തായിരിക്കണം? ഹോളി സ്പിരിറ്റിലായിരിക്കണം. കർത്താവ് അങ്ങനെ തന്നെ എന്നോട് പറയാണ്, ഹോളി സ്പിരിറ്റിൽ മാത്രമേ നിനക്ക് സന്തോഷവും കരച്ചിൽ നിനക്ക് ഹോളി സ്പിരിറ്റിൽ വരാവുള്ളൂ. അല്ലാതെ നീ കരയുന്നുണ്ടെങ്കിൽ, നീ വിഷമത്തോടെ കരയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സാത്താനാണ് നിന്നെ കരയിപ്പിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പറഞ്ഞു തന്നതിന് യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവെ നന്ദി. ലിഖാ ദരാ റിയാസി ക്രൈൻ ടേലേബെ യാറം ടേനിയ ഹസം ടേലിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടച്ച് ഹോളി സ്പിരിറ്റ്. ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ഹോളി സ്പിരിറ്റിലല്ലാതെ കരയത്തില്ല. നിനക്ക് കരയണോ? നിനക്ക് നീ ഏതെങ്കിലും ഒരു ആരാധനയ്ക്ക് പോയിട്ടിരുന്ന് കരഞ്ഞു? നോ പ്രോബ്ലം. ഹോളി സ്പിരിറ്റിൽ ഇരുന്ന് കരയുക. നല്ല വചനങ്ങൾ കേൾക്കുമ്പോൾ ഇരുന്ന് കരയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവെ നന്ദി. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്. ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എറിയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഞാനിങ്ങനെ ഫയർ ഇടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഫയർ നിന്നെ തട്ടും, നിൻ്റെ ആത്മാവിൽ അത് അടിക്കും. ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ പല സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ എറിയുക ചെയ്യുന്നത് ഫയർ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണോ ഫയർ ഹോളി സ്പിരിറ്റ്. എനിക്ക് ദൈവം അങ്ങനെയാണ്, ഇങ്ങനെ എറിയുന്ന ഒരു അഭിഷേകമുണ്ട്. ഞാൻ അതുപോലെ ഇങ്ങനെ എറിയുന്നു ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച്. നീ അത് ക്യാച്ച് പിടിച്ചോണം. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അതാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. കാരണം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഉണർവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണർവാണ്. നിൻ്റെ ലൈഫ് തിരിയുവാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. റെയിൻ ടേലാഖ ധരാബാസി, റെയിൻ ടേലാഖ ധരാബാസി, ക്രൈൻ ടേലബിയ, യറം ടൂലാഖ ധരാബാസിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. റം ടേലിയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എന്താ പറയുന്നതെന്നറിയാം? യോഹന്നാൻ്റെ സുവിശേഷം 16:13 ഇങ്ങനെ പറയുന്നു, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. സകല സത്യത്തിലേക്ക് നയിക്കും. അവിടുന്ന് സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രം പറയുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഉണ്ടല്ലോ, അതാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് മുൻകൂർ ഒരു അപകടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരും ഫയർ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ഓൾറെഡി അവിടെ ആ മണ്ണിടിച്ച്, വയനാട് മണ്ണിടിച്ചിൽ നടന്നു. ഓൾറെഡി അത് പറഞ്ഞതാണ് എന്താണ്? ആ മണ്ണിടിച്ചിൽ അവിടെ സംഭവിക്കും, അതിനുള്ള പരിഹാരം അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും മനുഷ്യർ അവിടെ നിന്ന് മാറാനും തയ്യാറായിട്ടില്ല. എന്നാൽ അവിടെ ഒരു സുരക്ഷ, അതിന് മുമ്പേ ഇങ്ങനെ ഈ മഴ ഓൾറെഡി അവിടെ മണ്ണിടിച്ചിലുള്ളതാണ് വയനാട്. അപ്പോൾ മണ്ണിടിയുന്ന സ്ഥലത്ത് വീണ്ടും എന്താ പറയുക, ഇങ്ങനെ താമസിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഒരു മണ്ണിൻ്റെ അടിയിൽ പോകും. ഓൾറെഡി അവരുടെ അടുത്ത് സർക്കാർ ഉത്തരവിട്ടതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ? ഓൾറെഡി പ്രവചിച്ചതാണ്. ഓൾറെഡി അതിൽ കളക്ടറുടെ അടുത്ത് തീരുമാനം എടുത്തതാണ്. അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതൊരു ദൈവം അറിയിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്തില്ല? അതിലവർ വാക്ക് ചെവി കൊടുത്തില്ല, അനുസരണശീലം ഉണ്ടായില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ? എത്ര ജീവൻ പോയി. ഹല്ലേലൂയ. ഒരു ജീവനായാലും പോയത് അതുകൊണ്ട്. അപ്പോൾ ദൈവം ഹോളി സ്പിരിറ്റ്, വയനാട്ടിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്. വയനാടിനെ ദൈവം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ ദൈവം സ്നേഹിക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു മൃഗത്തിലൂടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ദൈവം ഇടപെടുന്നത്. അയ്യോ ആ വഴിക്ക് പോകരുത്. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ്, ചിലപ്പോൾ ദർശനം കാണും. ഹല്ലേലൂയ.
ആ ദർശനം കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വണ്ടി സൂക്ഷിച്ചോടിക്കുക. ആ വണ്ടി ആക്സിഡൻ്റ് ആകുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ മുമ്പാണ്. ഹല്ലേലൂയ. എന്താ പറയുക, ഞാൻ ലോകത്തിൻ്റെ ചിന്തയിൽ ലഹരിക്ക് അടിമയായി നടന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് എനിക്ക് ദർശനപരമുണ്ട്. അപ്പോൾ എത്ര ലഹരി അടിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ദർശനപരമുണ്ട്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഓൾറെഡി എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഹോളി സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് യേശു എന്ന് പറഞ്ഞ ജീവനാണ്. അന്നും ജീവനാണ്. ചെറുപ്പം മുതലേ ജീവനാണ്. ഹല്ലേലൂയ. ആ സമയത്ത് പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ദർശനം കാണുവാണ്. അന്ന് എനിക്ക് ഒരു രണ്ട് മൂന്ന് ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കുറച്ച് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഓട്ടോറിക്ഷ എടുത്ത് ചുമ്മാ കറങ്ങാനൊക്കെ പോകും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കറങ്ങാൻ പോയ സമയത്ത് ഒരു വണ്ടി ആക്സിഡൻ്റ് ആകുന്നത് ഓൾറെഡി ഞാൻ കണ്ടതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര മറവി ഉണ്ടായിരുന്നു. എന്താ പറയുക, മറവി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ കഞ്ചാവ് വലിക്കുമായിരുന്നു. കഞ്ചാവിൻ്റെ ഒരു അഡിഷനായിരുന്നു ആ ഒരു സമയത്ത്. ഹല്ലേലൂയ. സിഗരറ്റ് എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഓൾറെഡി ഞാനത് ദർശനം കണ്ടു. പക്ഷേ എന്ത് ചെയ്യുക, ഈ ലഹരി എന്നെ മറവിപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, എന്നെ കേൾക്കുന്ന ലഹരി അടിച്ച് നടക്കുന്നവരുടെ ഞാൻ പറയുകയാണ്, ഓൾറെഡി നിനക്ക് കോളിംഗ് ഉണ്ട്. നിനക്ക് ദൈവരാജ്യവുമായിട്ട് ഭയങ്കര കണക്ഷനുണ്ട്. ഹോളി സ്പിരിറ്റാണ് നിന്നെ കൊണ്ടു നടക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് നിനക്ക് ദർശനം കാണിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് ഈ ദർശനം ഓർക്കാനോ പറയാനോ പറ്റാത്തത് എന്താ കാരണം എന്നറിയോ? അത് നിൻ്റെ ബുദ്ധിമണ്ഡലത്തെ അടച്ചു വെച്ചിരിക്കുകയാണ്. നിൻ്റെ ബുദ്ധിമണ്ഡലത്തെ അടച്ചേക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നീ മറന്നുപോകും. മറവിയുള്ളവർ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പക്ഷേ യേശുവിനെ നിൻ്റെ മറവിയെ ഈ നിമിഷം തന്നെ മാറ്റാൻ പറ്റുമോ? നീ ആ തലയുടെ പുറകിൽ തലയിലേക്ക് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, യേശു എൻ്റെ കൂടെ തന്നെ, എൻ്റെ കൂടെ പറഞ്ഞ് യാബാറാം ഠേലിയ, യേശുവെ നന്ദി പറഞ്ഞ തലയെ കൈവച്ചിട്ട് ഈ നിമിഷം തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. യേശു പറയുകയാണ്, ആ തലയുടെ പുറകിലും തലയിലും കൈവച്ചാൽ നിൻ്റെ ഓർമ്മശക്തിയെല്ലാം തിരിച്ചു കിട്ടും. നിനക്ക് ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടും. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. നിൻ്റെ തൊണ്ട സൗഖ്യവും നിൻ്റെ തൈറോയിഡ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് നല്ല ആത്മാവ് നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ ആത്മാവ്, നല്ല ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും. ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, കാരണം നിൻ്റെ ദർശനത്തെ വരെ മൂടിക്കളയുന്ന ഒരു പൈശാചിക സ്പിരിറ്റാണ് ലഹരി. ആ ലഹരി നീ ഒഴിവാക്കണം. ഹല്ലേലൂയ. ഒരു പുകല പോലും നീ മുറുക്കാൻ പാടില്ല. ബീഡി, സിഗരറ്റ്, ഒരു സാധനങ്ങൾ നിനക്ക് വേണ്ട. നീ ഹോളി സ്പിരിറ്റിൽ വേണം നിൻ്റെ ജീവിതം പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക, അനുസരണക്കേട് പോലും മരണം ഉണ്ടാവും. 2026 കർത്താവിനോട് പറയാണ്, നിനക്ക് ദർശന വരം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ, കർത്താവേ എനിക്ക് ദർശനവരം വേണം. ഒന്ന് കൈകൂപ്പി പറഞ്ഞേ, യേശു എനിക്ക് ദർശനവരം വേണം കർത്താവേ. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. ടച്ച് ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അനുസരണക്കേട് മൂലം മരണങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നിനക്ക് അനുസരണം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അനുസരണ എന്ന് കർത്താവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു നിനക്കൊരു അനുസരണശീലം ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഒരിക്കലും നീ എന്താ പറയുക, നിനക്ക് വായി തോന്നിയത് മൊത്തം നീ വിളിച്ചു പറയാൻ നിൽക്കരുത്. നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. നീ മറ്റുള്ളവരെ വിധിക്കാൻ നിൽക്കരുത്. അവരെ നീ സ്നേഹിച്ച് കൂടെ നിർത്തണം. നിനക്ക് മറവി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മറവിയെ നീ മാറ്റിയേ പറ്റൂ. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞു. നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ തലയുടെ പുറയിൽ, തലയുടെ മുകളിലൊക്കെ കൈവയ്ക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ആ ഹീലിംഗ് സംഭവിച്ചിരിക്കും. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശുവെ നന്ദി പറഞ്ഞ് ഫയർ ഹോളി സ്പിരിറ്റ്, ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്, ഫയർ ലീബ് റൈൻ ഠേലേബെ റം ഠൂല റധാരാബ സി ക്രൈൻ ഠേലേബെ നിയാറോ സി ക്രൈൻ ഠേലെ ബനാസാറ്റലബനാസിയ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഫയർ. അതാണ് കർത്താവ് ആ വചനം സംസാരിക്കാൻ കാരണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16:13, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കും. അവിടുന്ന് സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രം പറയുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ 2026 ഈ നിമിഷം മുതൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, പ്രവചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഓൾറെഡി ഈ പ്രാവശ്യം എന്താ പറയുക, മണ്ണിടിച്ചിൽ, മഴയൊക്കെ നല്ല ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളുമുണ്ട്.
ഹോളി സ്പിരിറ്റ് അത്ര പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ഓൾറെഡി ഒരുപാട് പേരൊക്കെ ഇങ്ങനെ തീ ഇട്ടിട്ടിട്ട് ഞാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു ദേശത്ത് ദൈവം എന്നെ ഇറക്കിയാൽ ഞാനിങ്ങനെ ഫയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞു. ഫയർ ഹോളി സ്പിരിറ്റ് എന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു പകർച്ച ഉറപ്പായിട്ട് നടന്നിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരുടെ അവസ്ഥ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും ആ ദൈവം ടച്ച് ചെയ്തിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞു. ഇനി നിങ്ങൾക്കും അതേപോലെ തന്നെ ആ ഒരു പകർച്ചയിലേക്ക് വരും ഹോളി സ്പിരിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? പിശാച് നിങ്ങളുടെ ജീവൻ എടുക്കാൻ പിശാച് പഠിച്ച പണി 18 നോക്കും. ഒന്നിൽ പിശാചിൻ്റെ തന്ത്രത്തെ നിങ്ങൾ എതിർത്ത് നിൽക്കണം. ഇങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു. പിശാചിൻ്റെ തന്ത്രത്തെ നിങ്ങൾ എതിർത്ത് നിൽക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞ് യേശുവേ നന്ദി പറഞ്ഞ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വേടുകൾ നിൻ്റെ ഈ തൊണ്ടയുടെ മേളിൽ നിന്ന് പുറത്തേക്ക് വീഴരുത്. വീണ ആ പിശാച് നിന്നെ കൊണ്ട് പോകും. അത് നീ മനസ്സിലാക്കണം. അയ്യോ ഞാൻ ജീവിതമെല്ലാം അടുത്ത് എനിക്കിനി മരിച്ചാൽ മതിയോ, ഇത് നിൻ്റെ തലയ്ക്കകത്ത് വരുമ്പോൾ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കണം. ഹല്ലേലൂയ. ഓ ഞാൻ ജീവനോടിരുന്ന ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണും. ഓ ഫയർ ഹോളി സ്പിരിറ്റ് ഇങ്ങനെ നീ പറയണ്ടേ. ഞാൻ ജീവനോടിരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഞാൻ കയറും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗ്ലോറി. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. റൻഠേലറാദാരാബാസിയ. ഓ ഞാൻ ഹോളി സ്പിരിറ്റിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കൊലോസ്യറിൻ്റെ 3:16 വാക്യത്തിൽ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൊലോസ്യർ 3:16 നിങ്ങൾ സകല പരിജ്ഞാനത്തോടും കൂടി അന്യോന്യം പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ആത്മീയ ഗാനങ്ങളും ആലപിക്കുകയും ചെയ്യുവേൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ധൈര്യമായി വാഴട്ടെ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറപ്പായിട്ട് നിങ്ങൾ ആമേൻ പറയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എന്തായിരിക്കണം? ഈ ദിവസത്തിൽ നിങ്ങൾ എപ്പോഴും ആത്മീയ ഗാനങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരണം. സങ്കീർത്തനങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സങ്കീർത്തനം ഘോഷിക്കണം. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്ന് വെച്ചാൽ ഈ ദിവസത്തിൽ പ്രതികൂലം നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ ആ പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ആത്മീയ ഗാനം കൊണ്ട് നിറയ്ക്കണം. യേശുവേ നിങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ധൈര്യമായി വാഴട്ടെ. ഓ ഫയർ ഹോളി സ്പിരിറ്റ്. ആ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ധൈര്യമായി വാഴണം. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ അപ്പോൾ ധൈര്യം. ഓ വചനം ധൈര്യമാണ് കേട്ടോ. അമ്മേ പറഞ്ഞേ വചനം ധൈര്യമാണ്. ഓ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. വചനം വെച്ച് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. വചനം വെച്ച് കെട്ടണം. ഫയർ ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ നിങ്ങൾ വിതയ്ക്കാത്തവരാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കണം കേട്ടോ. എന്നെ കർത്താവ് കാണിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി എന്ന് വെച്ചാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വിതയ്ക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിതയ്ക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ കാശ് പോകുന്നില്ലേ? ഒരു അനാവശ്യമായിട്ടുള്ള ചിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു 20,000 രൂപ നിങ്ങളുടെ കയ്യിൽ വന്നു. പക്ഷേ പെട്ടെന്ന് അത് പിന്നെ നോക്കൂ പൈസ കാണാനില്ല. എന്തെങ്കിലും ഉപകാരപ്പെട്ടോ? ഒന്നും ഉപകാരപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ദൈവരാജ്യത്തിൽ നിങ്ങൾ വിതയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഓട്ട കൈ ഉണ്ടല്ലോ സ്റ്റോപ്പാവും. ഹല്ലേലൂയ. ഉറപ്പായിട്ട് നിങ്ങൾ വിതയ്ക്കണം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിതയ്ക്കാം. യേശു ഒരിക്കലും മതം മതമല്ല. ഹല്ലേലൂയ. മതം മാറ്റാനായിട്ട് വന്ന വ്യക്തിയല്ല യേശുവും ഹോളി സ്പിരിറ്റും പരിശുദ്ധാത്മാവും. നിങ്ങൾ എന്നെ കേൾക്കുന്ന ജാതികളിൽപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. അനേക ജാതിയിൽപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പണ്ടത്തെ രീതിയിൽ നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. സ്വന്തമായ അമ്പലമുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ അവർക്കൊക്കെ സ്തുതി പറയുന്നു. യേശു നാമത്തിൽ ഹീലാവുന്നു. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുണ്ടല്ലോ പുതിയ ബ്രാൻഡായി നിങ്ങളുടെ ആ ആത്മാവിനെ മാത്രം നിങ്ങളെ യേശുവിനെയും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. യേശു നിങ്ങളെ മതം മാറ്റത്തില്ല. പക്ഷെ നിങ്ങൾ യേശുവെ നന്ദി പറയണം. കർത്താവ് എനിക്ക് നല്ലൊരു ആത്മാവിനെ തരണം. അത് ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ.
കാരണം ഈ യേശുക്രിസ്തു ജനിച്ചത് തന്നെ എന്താണെന്നറിയാം? യേശുക്രിസ്തു ജനിച്ചത് എവിടെയാണ്? ഹല്ലേലൂയ, പുൽത്തൊഴുത്തിലാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആ ഒരു പുൽത്തൊഴുത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വഴിയമ്പലത്തിൻ്റെ ചുവട്ടിലാണ് യേശുക്രിസ്തു. അപ്പോൾ ദൈവത്തിനൊരിക്കലും അമ്പലെന്നോ പള്ളിയെന്നോ അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ. ആർക്ക് വേണമെങ്കിലും യേശുവിനെ സ്വീകരിക്കുക. പിന്നെ ഈ മതം മാറ്റുക ഇതൊക്കെ പറയുന്നതൊക്കെ എന്താ പറയുക? അത് ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള എന്താ പറയുക അങ്ങനെയുള്ള വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഹല്ലേലൂയ. വാർത്താ ചാനൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് എന്താ പറയുക ലൈക്കും അല്ലെങ്കിൽ എന്താ പറയുക അവർ ഫെയിംസ് ആകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വിളിച്ചു പറയും. ഓൾറെഡി അവർക്ക് ഡിപ്രഷനാണ്. എനിക്കൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം, ഡിപ്രഷനുള്ള വ്യക്തികളെ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു വ്യക്തിയെ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആത്മാവില്ലാത്തവരെ കാണുന്നത് തന്നെ എനിക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഹീലാവുന്നില്ലേ? സന്തോഷം വരുന്നില്ലേ? നിങ്ങൾക്ക് അത് ബോറടിക്കാതെ കാണാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ ഫയർ ഹോളി സ്പിരിറ്റ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ പകർച്ചകൾ സംഭവിക്കും, നല്ല നല്ല അറിവുകൾ കിട്ടും. ഹോളി സ്പിരിറ്റ് നിങ്ങളെ ടച്ച് ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള സ്പിരിറ്റുകളെല്ലാം പാരമ്പര്യത്തിൻ്റെ എല്ലാം വിട്ടുപോയി യേശു മതം മാറ്റാൻ വന്ന വ്യക്തിയല്ല. ഹല്ലേലൂയ. യേശു എന്താണെന്നറിയോ? നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ് യേശു എന്ന് പറയുന്നത്, ഹോളി സ്പിരിറ്റ്. ഇത്രയും ഇല്ല ഈ ലോകത്ത് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും പോയ ഏതെങ്കിലും വ്യക്തി ഉണ്ടാവുമോ? ഒരു വ്യക്തി ഉണ്ടാവത്തില്ല. എല്ലാ സ്ഥലത്തും പോയ കാല് ചവിട്ടി ഏതെങ്കിലും വ്യക്തി ഉണ്ടാവുമോ? നോ, ഇല്ല മക്കളെ, ഇല്ല. ആരും ഉണ്ടാവത്തില്ല. ഈ ലോകത്ത് എല്ലാ സ്ഥലത്തും കാല് കുത്തിയ ഒരു വ്യക്തി പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ദൈവം എന്ന് പറയുന്നത് ഞാൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇത്ര നിങ്ങൾ പറഞ്ഞാൽ മതി. സ്പോട്ടിൽ ഹോളി സ്പിരിറ്റ് നിങ്ങൾ ടച്ച് ചെയ്യും. നിങ്ങളത് പറഞ്ഞ്, യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ്. ഞാൻ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ ഹൃദയത്തിൽ യേശു വേണോ എന്ന് പറഞ്ഞ്, എൻ്റെ ഹൃദയത്തിൽ യേശു മതം മാറ്റാൻ വന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. യേശുവിൻ്റെ പേരിൽ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. യേശു പിതാവിൻ്റെ കൂടെ സെറ്റാ. ദൈവത്തിൻ്റെ എല്ലാ പരിപാടിയും ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് സ്വർഗത്തിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുക, യേശുവിൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും വേണോ? വേണ്ട. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ദൈവത്തിന് ശരിക്കും ഒന്നും വേണ്ട. ഹല്ലേലൂയ. ദൈവം ഓൾറെഡി എല്ലാം സെറ്റിലാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ സഹായിക്കുന്നത് എന്താ പറയുക, സുവിശേഷ വേല ചെയ്യുന്നവരെ നമ്മൾ സഹായിക്കണം. സുവിശേഷ വേല ചെയ്യുന്നവരെ സഹായിക്കുന്നത് എന്തിനാണെന്നറിയോ? അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ട, ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം, എനിക്ക് വേറെ ഒന്നിനും രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ബിസിനസ് ചെയ്തു, സെറ്റാവുന്നില്ല, ഒന്നും എനിക്ക് സെറ്റാവുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ വിളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് വിളിയുണ്ട്. ഹല്ലേലൂയ. കാരണം എന്നെ ദൈവം കണ്ട വ്യക്തിയാണ്. അങ്ങനെ എല്ലാവരെയും ദൈവം കണ്ടിട്ടില്ല. പക്ഷേ ഈ കാണാത്ത വ്യക്തികൾ എന്തിരിക്കണം? സുവിശേഷം അറിയിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നല്ല, ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്നല്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. അല്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് മരണത്തിലേക്ക് പോകും. അല്ലെങ്കിൽ നന്മയില്ലാത്ത മനുഷ്യർ 2026 ഇല്ല, എനിക്കറിയാം. നന്മ ചെയ്യുന്നവർ തന്നെ എല്ലാം. പക്ഷേ നിങ്ങൾ ഏത് വ്യക്തി എടുത്താലും സുവിശേഷ വേല ചെയ്തിരിക്കണം. ചിലപ്പോൾ അത് സാമ്പത്തികം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ വേണ്ടെങ്കിൽ പ്രാർത്ഥിക്കലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആ ഒരു തിരിച്ചറിവ് ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് വേണം. ബൈബിൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ദോഷം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ബൈബിൾ വചനം ഒരിക്കലും നമുക്ക് ദോഷമല്ല പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് എന്താ പറയുക, ഓരോ പ്രശ്നം ഈ ലോകത്തിൽ പിശാച് എന്ന് പറയുന്നത് വെട്ടുകൊണ്ടവനാണ്. വെട്ടുകൊണ്ട ദൂതനുമുണ്ട്. അവർ ചേട്ടനനിയനുമാണ്. മിഖായേൽ ദൂതൻ, അത് ദൈവത്തിൻ്റെ ഏറ്റവും ഫേവർ ദൂതനാണ് മിഖായേൽ ദൂതൻ. ഹല്ലേലൂയ.
അതുപോലെ തന്നെയുള്ളതാണ് ലൂസിഫർ. ഞാൻ എപ്പോഴും പറയുന്ന വീഡിയോസിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ രണ്ട് ദൂതന്മാർ, ചേട്ടനും അനിയനും, അമ്മമാർ തമ്മിലാണ് അടി. ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരു ഏഞ്ചലായിരുന്നു ലൂസിഫർ. അവൻ ഓൾറെഡി വെട്ടുകൊണ്ട് ഈ ഭൂമി കിടക്കുക, ഭൂമിയിൽ അവനെ അലഞ്ഞ് നടക്കുക. ആരെയാ വീഴ്ത്തണ്ടെന്ന് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതൻ ഉറപ്പായിട്ട് നിങ്ങളെ കാരണവന്മാരെ, മുതുമുത്തശ്ശന്മാരെ വരെ വശീകരിച്ച് എന്താ പറയുക, എടാ നീ ഇതിനെയൊക്കെ ആരാധിച്ചാൽ മതി, നീ സത്യമുള്ള ദൈവത്തിനെ നീ ആരാധിക്കരുത്. ഉറപ്പായിട്ടും അവനങ്ങനെ സെറ്റ്. അപ്പോൾ നിങ്ങൾ ഈ തലമുറയിലുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ വിട്ടുകൊണ്ടുള്ളവൻ്റെ പുറകെ പോകരുത്, നന്മയുടെ പുറകെ പോകണം, നന്മ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. നന്മയുടെ പുറകെ പോകണം, നന്ദിയുള്ള ഹൃദയമായിരിക്കണം. നിൻ്റെ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കേണ്ടത്, ഹൃദയത്തിലാണ്. അപ്പം നീ വീണ് പോകത്തില്ല. നിൻ്റെ എല്ലാ മേഖലകളും ദൈവം തുറന്നു തരും. നിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാം തുറക്കും. നീ ഒന്നിലും ലോക്കായി പോകത്തില്ല, ഉറപ്പ്. ഒന്നിലും നീ ലോക്കാവത്തില്ല, എല്ലാം നിനക്ക് ഓപ്പൺ ആയിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. ഈ ലോകം മുഴുവൻ വിധി എഴുതിയാലും ഹോളി സ്പിരിറ്റ് നിൻ്റെ മേലുണ്ടെങ്കിൽ നോ, ഇല്ല, നിന്നെ ഇവിടെ ബന്ധിക്കാൻ പറ്റത്തില്ല. നിൻ്റെ ആയുസ്സിനെ വരെ നീ ഇടുന്നേ. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറിവ്, ജ്ഞാനം, ബുദ്ധി, പരിജ്ഞാനം, ഇതെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുക. ഹോളി സ്പിരിറ്റാണ് എന്ന് പറഞ്ഞാൽ യേശു മരിച്ചു, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മതം പഠിപ്പിച്ചു വയ്ക്കുന്നത്. പിശാചാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പിശാചാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എടാ യേശു ഇനി വരുമോ? ഇല്ല. പക്ഷേ ഈ ഹോളി സ്പിരിറ്റ് അനുഭവിക്കുന്നവർക്കറിയാം യേശു ഉണ്ട്. ഹല്ലേലൂയ, യേശു ഈ ഭൂമിയിലുണ്ട്. അതാണ് നമുക്ക് ദൈവം തന്ന ദാനമാണ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞ്. ആ ഹോളി സ്പിരിറ്റിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. നല്ല ആത്മാവാണ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അത് യേശു ഉയർത്തെണീറ്റിട്ടുണ്ട്. യേശു ഒരു തെറ്റും ചെയ്യാതെയാണ് യേശുവിനെ എന്ത് ചെയ്തത്, അടക്കിയത്. യേശുവിനെ ക്രൂശിച്ചതും അടക്കിയതും. പക്ഷേ അത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. യേശു എല്ലാ അടിയും കൊണ്ടിട്ടുണ്ട്. മുഖത്ത് തുപ്പി, വ്യഭിചാരിയുടെ മോനെന്ന് വിളിച്ചു, വേശ്യ, ഇവൻ പെഴയാന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നീ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. സത്യം, നിന്നെ എവിടെയും ബന്ധിക്കാൻ പറ്റില്ല. നിൻ്റെ അയലക്കത്തുള്ളവർക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റില്ല. നിന്നെപ്പറ്റി ആർക്കും ഒന്നും പറയാനേ പറ്റില്ല. നീ യേശുവേ നന്ദി 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 നന്ദി. എനിക്ക് ആ നല്ല ആത്മാവ്, ആ ഹോളി സ്പിരിറ്റ്, ഫയർ ഹോളി സ്പിരിറ്റ് നിൻ്റെ ദർശനം വരെ ഓപ്പണായിട്ട് വരും. ഹല്ലേലൂയ. നീ എപ്പോഴും ഗ്ലോറിയിലായിരിക്കും. പറഞ്ഞേ, ഗ്ലോറിയിലായിരിക്കും നിൻ്റെ ജീവിതം. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. ഗ്ലോറിയിലാണ് എൻ്റെ ജീവിതം. ഫയർ ഹോളി സ്പിരിറ്റ്, ഗ്ലോറിയിലാണ് എൻ്റെ ജീവിതം. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ഗ്ലോറി ടു ഗ്ലോറി പറഞ്ഞേ. ഗ്ലോറി ടു ഗ്ലോറി, ഗ്ലോറി ടു ഗ്ലോറി, ഗ്ലോറിയിൽ നിന്ന് വീണ്ടും ഗ്ലോറിയിലേക്ക്. ഗ്ലോറി ടു ഗ്ലോറി പറഞ്ഞേ. ഗ്ലോറി ടു ഗ്ലോറി, ഗ്ലോറി ടു ഗ്ലോറി, ഗ്ലോറിയിലേക്ക് ഗ്ലോറി. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഞാൻ ഗ്ലോറിയിലാണ് എൻ്റെ ജീവിതം. യേശുവേ നന്ദി പറഞ്ഞേ. കൈയടിച്ച് പറഞ്ഞേ, ഞാൻ ഗ്ലോറിയിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഗ്ലോറിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയാറ സെലെ ഖറം ഠല റധാരബ റെൻഠേലെ ക്രൈൻ ഠുലബ സീക്രൈ ലെറെൻഥുര റെൻഖല ദുരിബിക സംഠേലബ യാബ്രോനിയ സെഖേല ഗോദുറൗ ലിയറം ടീനിയ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്കെല്ലാം നല്ല അനുഗ്രഹമായിരിക്കും. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ഒരു വാക്ക് പോലും വിടാതെ നിങ്ങളിത് നിങ്ങളുടെ ആത്മാവിൽ സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ അടുത്ത റിലം, അടുത്ത ഗ്ലോറിയിൽ നിങ്ങൾ കയറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ മുടിയും നോക്കി അതെന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഗ്ലാസും വെച്ച്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എന്നെ വിധിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഞാനൊരു വേറെ റിലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൻ്റെ ലെവലിൽ എന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്.
ലഹരിയാണ് എന്നെ കൊണ്ടു നടന്നത്. ലഹരിയായിരുന്നു ഒരു സമയത്ത് എന്നെ കൊണ്ടു നടന്നത്. ഹല്ലേലൂയ. കയ്യിൽ പച്ചയൊക്കെ കുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവമക്കൾക്ക് ചേർന്നതാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചെത്തിരിക്കുക, മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ. പക്ഷേ ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നിൻ്റെ ഹൃദയത്തിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ, നീ കണ്ണാടി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എന്താ പറയുക ബെർമൂഡ മാത്രം ഇടുന്ന വ്യക്തി, അതൊന്നും അല്ല കർത്താവ്. നിൻ്റെ ഡ്രസ് സ്റ്റൈലിങ്ങോ ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയം നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ, നീ ഭയങ്കര ഗ്ലോറിയിലായിരിക്കും നിൻ്റെ ജീവിതം. ആമേൻ പറയും. കൈയടിച്ച് പാസ്സാക്കിക്കേ. ഗ്ലോറിയിലുള്ള ജീവിതം. ഓ, ഞാൻ ഗ്ലോറിയിൽ കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി. എത്ര നന്ദി. ഞാൻ ഈ പറയുന്ന ഓരോ വേർഡ് നിങ്ങൾ നന്ദി പറഞ്ഞ് തന്നെ വേണം നിങ്ങൾ പിടിക്കുക. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാത്ത സ്നേഹം. ഹല്ലേലൂയ. നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി. ഫയർ ഹോളി സ്പിരിറ്റ്. താങ്ക് യു പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനോട് താങ്ക് യു പറഞ്ഞേ. ദൈവനോട് സംസാരിച്ച് ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നതിനായി നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വീഡിയോസ് ഞാൻ തന്നെ ഇരുന്ന് കേൾക്കും. അപ്പോൾ എനിക്ക് വീണ്ടും പവറാവും. എന്നിട്ട് ഞാൻ തന്നെ ആമയെ പിടിക്കും. പക്ഷെ ഞാനല്ല സംസാരിക്കുന്നത്, ഹോളി സ്പിരിറ്റാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളത് വിശ്വസിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം ഇരുന്ന് ഈ വീഡിയോസ് ഞാൻ തന്നെ മോട്ടിവേഷൻ ആക്കും, ഞാൻ തന്നെ കേട്ടിട്ട്. ഹല്ലേലൂയ. യേശു നന്ദി പറഞ്ഞ്. ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കത് അനുഗ്രഹത്തിലേക്ക് വരും, ഗ്ലോറി ടു ഗ്ലോറിയിലോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശു നന്ദി പറഞ്ഞ്. ഫയർ ഹോളി സ്പിരിറ്റ്. ആമേൻ 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 ആമേൻ. ഓക്കെ.